ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഫുഡാണ് ഓണിയൻ ചോറ്, ഓണിയൻ റൈസ് എന്ന് വെച്ചാൽ ഉള്ളിച്ചോറ്. ഓക്കെ, അപ്പം ഇന്ന് ഞാനാണ് ഉണ്ടാക്കുന്നത്. ഞാനാട്ടോ ഉള്ളിച്ചോറ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കറിയായിരുന്നു. എനിക്കെന്താ സ്രാവാണോ? സ്രാവാ തോന്നുന്നു, എനിക്കിഷ്ടമില്ല. അപ്പം അതുകൊണ്ട് ഞാനിന്ന് ഉള്ളിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒന്ന് എലൈറ്റിൻ്റെ ജാക്ക് ഫ്രൂട്ട് കേക്ക് കഴിക്കാം. അത് നല്ല കേക്കാട്ടോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അടിപൊളി കേക്കാണ്, വായിലിട്ടാൽ അലിഞ്ഞ് പോകും. എന്ത് സോഫ്റ്റാണ് ഗൈസ് എലൈറ്റിൻ്റെ കേക്ക്. ജാക്ക് ഫ്രൂട്ടാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. അപ്പം നമുക്ക് ഇനി തുടങ്ങാം. നമുക്ക് മെല്ലെ അതൊന്ന് നീക്കിയിട്ട് നമുക്ക് തുണിയോണ്ട് ആ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാം. കിച്ചൺ സ്ലാബൊക്കെ നല്ലോണം തുടച്ച് ക്ലീൻ ആക്കണം ഗൈസ്, എന്നാലേ കുക്ക് ചെയ്യുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. വൃത്തിയില്ലാത്ത അടുക്കളയിൽ ജോലി ചെയ്തിട്ടെങ്കിലും കാര്യമുണ്ടോ ഗൈസ്? ഇല്ല, നല്ല ക്ലീൻ ആക്കി ജോലി ചെയ്യണം. അപ്പം അതിനൊരു സുഖം. അപ്പം ഞാൻ എന്നെടുക്കുന്നത് ഉള്ളി, ചെറിയ ഉള്ളിയുണ്ട്, വെല്ലുള്ളിയുണ്ട്. അപ്പം ഗൈസ്, വെല്ലുള്ളി എടുത്താലും ചെറിയുള്ളി എടുത്താലും നോട്ട് പ്രോബ്ലം. വെല്ലുള്ളി എടുത്താലും ടേസ്റ്റ് ഉണ്ടാവും, ചെറുള്ളി എടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എൻ്റെ അമ്മൻ പറഞ്ഞു, എന്താ വെല്ലുള്ളി എടുക്കണ്ട, ചെറുള്ളി എടുത്താൽ മതിയെന്ന്. അതുപോലെ ചെറുള്ളി തോല് പോക്കി മുറിച്ച് നല്ല കുഞ്ഞു പീസാക്കിയിട്ട് എല്ലാം മുറിച്ചത്. ഒരു മീഡിയം സൈസായിട്ടാണ് മുറിച്ച വീഡിയോ എവിടെ ചോദിച്ചാൽ അത് എന്തായി, ഡിലീറ്റായിപ്പോയി എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ അപ്പോഴും അറിഞ്ഞില്ല ഗൈസ്, ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഉള്ളി മുറിച്ച വീഡിയോ എവിടെയെന്ന്. ഓ മൈ ഗോഡ് ഗൈസ്, നല്ലൊരു പൊട്ടത്തരം കാട്ടിയത്. അതുപോലെ തക്കാളി ഞാൻ മുറിച്ചെടുത്തു. അതിൽ തക്കാളിയൊക്കെ ആഡ് ചെയ്യേണ്ട ആൾക്കാരാണ്, പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ തക്കാളി മുറിച്ചെടുത്തു. അതുപോലെ തക്കാളിയും കുനുകുനാന്നായിട്ടല്ല മുറിച്ചത്, വലിയ പീസായിട്ടും എല്ലാം മുറിച്ചത്. അതൊരു മീഡിയം സൈസായിട്ടാണ് ഞാൻ മുറിച്ചത്. പിന്നെ അതുപോലെ മുളക് എടുത്തിട്ട് നല്ല വെള്ളത്തിൽ ക്ലീനാക്കി കഴുകിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി 3 മുളകൊക്കെ എടുക്കണം. ഈ മുളകും പൊടി ആഡ് ചെയ്യില്ലേ, അപ്പം എരിവട്ടം കൂടിപ്പോയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 മുളകിലങ്ങോട്ട് ഒതുക്കി. അപ്പം അതും നടുവാക്കി അങ്ങോട്ട് മുറിച്ച് അതിലേക്ക് ആ പ്ലേറ്റിലേക്ക് വെച്ചത്. കണ്ട ഓണിയൻ മുറിച്ചത് കണ്ടില്ലേ? നമുക്ക് ഒന്നും കൂടി ഒരു പീസ് കഴിക്കാം. ഇത്രയൊന്നും ഞാനല്ല കേട്ടോ കഴിച്ചത്, ഇവിടെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേക്ക്. ഞാൻ മാത്രമല്ല ഇത്ര കഴിച്ചത്. മുട്ട പൊട്ടിക്കാനുള്ള വീടും അതും ഞാൻ മറന്നു. മുട്ട പൊട്ടിച്ചിട്ടുണ്ട്, അതിൽ 2 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോരി ചോറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് 2 എഗ്ഗ്. ഗൈസ്, അങ്ങനെ ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തെടുക്കാം. ഇത് കോക്കനട്ട് ഓയിലാണ്, എന്താ പറയുക, നല്ല വെളിച്ചെണ്ണ കേട്ടോ ഗൈസ്. അങ്ങനെ ആ വെളിച്ചെണ്ണ ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ശേഷം ഓരോന്ന് ആഡ് ചെയ്യാൻ തുടങ്ങാം. ചൂടായി, ഫസ്റ്റ് തന്നെ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു ഓയിൽ. അതുകൊണ്ട് ഫസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ കൈ പൊള്ളി. അതൊക്കെ ഉണ്ടാവും ഗൈസ്, കൈയൊക്കെ ചെറുതായിട്ടൊക്കെ പൊള്ളും. പിന്നെ ഞാൻ ആ ചട്ടകം പോലത്തെ സാധനം കൊണ്ട് കോരി എടുത്തു. ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലമാതിരി വാട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ച ടൊമാറ്റോ, മുറിച്ച് വെച്ച ചില്ലി, അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടിയും ലേശം കൂടി കൂടിപ്പോയി, ഉപ്പും കുറച്ചിട്ട്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. 1/2 സ്പൂണിൻ്റെ എടുത്തിട്ടുണ്ട് ഞാനാണ് മൊത്തം അളവ്. ഇതാകുമ്പോൾ പറഞ്ഞു തന്നിട്ട്, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തെങ്കിലും കൂടി കുറഞ്ഞ് പോയാൽ ടേസ്റ്റേ പോയല്ലോ. പിന്നെ നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യാം. ചിക്കൻ മസാല എന്താണെങ്കിലും ഞാൻ ആഡ് ചെയ്യും. എന്താ വെച്ചാൽ അത് ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചിക്കൻ മസാലേൻ്റെ. അത് നല്ല വാടി എല്ലായിടത്തേക്കും എത്തിച്ചാൽ നമുക്ക് അടുത്തത് എഗ്ഗ് പൊട്ടിച്ച് വെച്ച് അത് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇതൊരു ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യുമ്പോൾ. പക്ഷേ ഒന്നുമില്ല, ഇത് നല്ലോണം ആക്കാം.
പക്ഷെ തൊഴിച്ച സമയത്ത് കഴിച്ചതൊരു പായസ ടൈപ്പാട്ടോ എൻ്റേതുണ്ടായത്. ഞാൻ പെട്ടെന്ന് പേടിച്ച് പോയി. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കുളമായെന്ന് വിചാരിച്ചു. നമുക്ക് കാണാം ചെറുതായിട്ടൊരു എന്തോ ഒരു പോലെ. നമുക്ക് റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് കുറേ നേരം അങ്ങനെ വെക്കുമ്പം എഗ്ഗൊക്കെ നല്ല പാകത്തിനാവും, നല്ല നമുക്ക് വേണ്ട ഒരു രീതിയിലേക്ക് അത് മാറും. നല്ല റൈസിലൊക്കെ പറ്റി പിടിക്കുക. നല്ല എഗ്ഗ് ഒഴിച്ച് കുറച്ച് കഴിയണമെന്നില്ല, അപ്പം തന്നെ നമുക്ക് അതിൽ റൈസും ആഡ് ചെയ്യാം, എന്നാലാണ് അതിനൊരു ടേസ്റ്റ് വരിക. അപ്പോൾ ഗൈസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യമായിട്ടും പറയാണ്. അതിലേക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നേ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ മുളക് കുറച്ച് ജാസ്തിയായി. അതുപോലെ 2 മുളക് വേണ്ടിയില്ലായിരുന്നു എനിക്കിട്ടോ, എനിക്ക് എരിവ് അത്ര ഇഷ്ടമല്ല. അങ്ങനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. കാണുമ്പോൾ രസമില്ലെങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന്. ഉള്ളിച്ചോറ് എന്ന് പറയുമ്പോൾ ഉള്ളി കുറേ ഇടണം എന്നൊന്നും ഇല്ല, അത് നല്ല ടേസ്റ്റ് ആട്ടോ ഗൈസ്. ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ. ഞാൻ മുളകും തക്കാളിയൊക്കെ ഒന്ന് കുറച്ച് മാറ്റി കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തക്കാളി എനിക്കിഷ്ടമല്ല എന്ന്. ടേസ്റ്റ് ഉണ്ട്, യമ്മിയാണ്. അപ്പം ഞാൻ ഫുഡ് കഴിച്ച് കാണാം. ബൈ.